ഇപ്പോഴത്തെ തലമുറയിൽ ഒന്നിനും ഒരു പേടിയില്ല അവർക്ക്. ഇതൊരു പക്വതക്കുറവിൻ്റെ അടയാളമാണ്. നമുക്കിപ്പോൾ അറിയാം, സ്കൂളുകളിലൊക്കെ കുട്ടികൾ തമ്മിലുള്ള നല്ല ഫൈറ്റ് നടക്കുന്നു. അവിടെയൊക്കെ കുട്ടിക്ക് പക്വമായി ഇടപെടാനും പക്വമായി പെരുമാറാനുള്ള ഒരു സ്കില്ലാണ് ഈ വൈബോൺ എന്ന കുട്ടിക്ക്. സാർ, എന്താണ് ഈ വൈബോൺ? ഇന്നത്തെ സാഹചര്യത്തിൽ കുട്ടികൾക്ക് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. അത് സ്കൂളിൽ നിന്ന് കുറേ പഠിക്കുന്നുണ്ട്, ട്യൂഷൻ ക്ലാസ്സുകളിൽ പോയിട്ട് അവർ പഠിക്കുന്നുണ്ട്. ഇതിനേക്കാൾ ഉപരി സമൂഹത്തിൽ നിന്ന്, വീടുകളിൽ നിന്ന് ആണ് കുട്ടികൾക്ക് ലൈഫ് സ്കില്ല് കിട്ടുക. ഈ ലൈഫ് സ്കില്ലൊന്നും ഇപ്പോൾ കുട്ടികൾക്ക് കിട്ടുന്നില്ല. കാരണം സ്കൂളിൽ അവരുടേതായ ടൈറ്റ് ഷെഡ്യൂൾ, സിലബസ് അനുസരിച്ച് പഠിക്കുന്നു. വീടുകളിൽ കൂടുതലും സ്ക്രീനിലേക്ക് ഒതുങ്ങി പോകുന്ന അവസ്ഥയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കുട്ടികളൊന്നും ഈ സ്കില്ലുകളൊന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല. ഈ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പ്രശസ്തരായ ട്രെയിനേഴ്സ് മനഃശാസ്ത്രപരമായ ടൂളുകൾ ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്ത ഒരു മൊഡ്യൂളാണ് വൈബോൺ. ഏത് തരത്തിലുള്ള കുട്ടികൾക്കാണ് ഈ വൈബോൺ ഉപയോഗപ്പെടുന്നത്? അതായത് ഇത്രാം ക്ലാസ് മുതൽ ഇത്രാം ക്ലാസ് വരെ അങ്ങനെയൊക്കെ ഉണ്ടോ? എല്ലാ കുട്ടികളും ഒരുപോലെയല്ല. ചില കുട്ടികൾ നന്നായിട്ട് പഠിക്കും, അവർ ചിലപ്പോൾ ഒരു പഠിപ്പിച്ചൊക്കെ ആയിരിക്കും, നല്ല മാർക്കുകൾ കിട്ടും, നല്ല നേട്ടങ്ങൾ നേടിയെടുക്കും. പക്ഷേ അവർ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർ ഉൾവലിയുന്ന സ്വഭാവങ്ങളാണ് കാണിക്കുക. ആളുകളെ അഭിമുഖീകരിക്കാൻ, ഒരു സമൂഹത്തെ അഭിമുഖീകരിക്കാനൊക്കെ ചിലപ്പോൾ ഇൻട്രോവേർട്ടായി മാറുന്ന അവസ്ഥകളൊക്കെ കാണാറുണ്ട്. എന്നാൽ മറ്റു ചില കുട്ടികൾ മാർക്ക് വളരെ കുറവായിരിക്കും, എന്നാൽ അവർ സമൂഹത്തിലും വീടുകളിലൊക്കെ നല്ല ഉപകാരികളായിരിക്കും. എന്ത് കാര്യവും ഏറ്റെടുത്ത് ചെയ്യാനും അവരുടെ കഴിവ് പ്രകടിപ്പിക്കാനും അവർക്ക് കഴിയും. നമുക്ക് വേണ്ടത് നന്നായിട്ട് പഠിക്കുന്ന എന്നാൽ ഉൾവലിയുന്ന കുട്ടികളെയല്ല, മറിച്ച് പഠനത്തിൽ പിന്നോക്കം നിൽക്കുകയും എന്നാൽ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുകയും ചെയ്യുന്ന കുട്ടിയെ മാത്രമല്ല, സമൂഹത്തിന് ഉപകരിക്കുന്ന, വിദ്യാഭ്യാസത്തിൽ നല്ല നേട്ടമുള്ള കുട്ടികളെയാണ്. എന്നാൽ നമുക്ക് കാണാം, ചില ആളുകൾ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തെത്തിയവരായിരിക്കും, പക്ഷെ അവർക്ക് വിദ്യാഭ്യാസം വളരെ കുറവായിരിക്കും. ആ വിദ്യാഭ്യാസക്കുറവ് പല സ്ഥലങ്ങളിലും പ്രതിഫലിക്കുകയും ചെയ്യും. ഇത്തരം സാഹചര്യത്തിൽ എത്താതിരിക്കാൻ പഠനത്തിൽ നല്ല മുന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അവരുടെ സ്കില്ല് വളരുകയും, അതേസമയം പഠനത്തിൽ പിന്നോക്കമുള്ള കുട്ടികൾക്ക് അവരുടെ സ്കില്ലിനോടൊപ്പം പഠനവും കൂടി ഉയർത്താനും പറ്റുന്ന രീതിയിലുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്. സാറ് പറഞ്ഞല്ലോ ഇത് സ്കൂളുകളിൽ നിന്നും ട്യൂഷനിൽ നിന്നും കിട്ടുന്നില്ല എന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു പഠന രീതി എങ്ങനെയാണ്? സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമാണോ? ഈ പ്രോഗ്രാമിലേക്ക് വരുന്ന കുട്ടിക്ക് ഒരു ടാലൻറ്റ് ടെസ്റ്റ് നടത്തി കുട്ടിയുടെ ലെവൽ മനസ്സിലാക്കിയതിന് ശേഷം മനഃശാസ്ത്രപരമായ ടൂളുകൾ ഉപയോഗിച്ച് വിദഗ്ധരായ ട്രെയിനേഴ്സ് രൂപകൽപ്പന ചെയ്ത് മൊഡ്യൂളുകൾ ഉപയോഗിച്ച് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ലേണിംഗ് പ്രോഗ്രാമാണ് വൈബോൺ. സ്കൂളിലായാലും ട്യൂഷൻ സെൻറ്ററിലായാലും അതൊരു സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ്സുകളാണ്. അതിൽ അവരുടെ ടൈറ്റ് ഷെഡ്യൂളുകളും പഠന രീതികളും ഒക്കെയാണ് നടക്കുന്നത്. സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള അവസരവും അതിനുള്ള പ്രാധാന്യമൊന്നും അവിടെ ഉണ്ടാവില്ല. ആ ഒരു അവസരമാണ് പഠനത്തോടൊപ്പം സ്കില്ലും ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു പഠന രീതിയാണ് വൈബോൺ. ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത കുട്ടികൾക്കൊക്കെ ഏതൊക്കെ മേഖലയിലാണ് മെച്ചങ്ങൾ ഉണ്ടാകുന്നത്? എന്താണ് അവർ ഇതിലുണ്ടാകുന്ന ഒരു ബെനിഫിറ്റ്? ഈ വൈബോണിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അവരുടെ പഠനത്തിൽ മാറ്റം വരും. അതായത് ഞാൻ പഠിച്ചാലേ എനിക്ക് ഉയരത്തിലെത്താൻ പറ്റുമെന്നുള്ള ചിന്ത, ഒരു കൃത്യമായൊരു ലക്ഷ്യം കുട്ടിയിലുണ്ടാവും. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയായിരിക്കും കുട്ടി പഠിക്കുന്നത്. അവർ ഇരുന്ന് പഠിക്കുകയും പഠന രീതികളിലൊക്കെ മാറ്റം വരികയൊക്കെ ആ കുട്ടിയിൽ ചെയ്യും. പഠനത്തിൽ നല്ല താല്പര്യം കാണിക്കും. കൂടാതെ ബിഹേവിയറൽ ചേഞ്ചസ്, ഇന്ന് നമ്മൾ വീടുകളിൽ കാണുന്ന പാരൻസും കുട്ടികളും തമ്മിലുള്ള ഭയങ്കര കോൺഫ്ലിക്റ്റുകളുണ്ട്. അതിലൊക്കെ അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു പെരുമാറ്റത്തിൽ കുട്ടിക്ക് നല്ല മാറ്റങ്ങൾ വരും. അതുപോലെ മൊബൈൽ ഉപയോഗിക്കുന്നതിൽ ഒരു കൃത്യമായൊരു ടൈം വെച്ചുകൊണ്ട് മൊബൈൽ ഉപയോഗിക്കാനും, ആ മൊബൈൽ എൻ്റെ നല്ല നന്മയ്ക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കണം, പഠന രീതിക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കണം, ആ രീതിയിലേക്കൊക്കെ ഈ കുട്ടിയുടെ ചിന്ത വരും. പുറത്തുപോയി ആളുകൾക്കിടയിൽ സംസാരിക്കുന്ന സമയത്തുള്ള ആളുകളോട് സംസാരങ്ങൾ അതൊരു പോസിറ്റീവ് സംസാരമായിട്ട് മാറും. അതുപോലെ ആളുകൾക്കിടയിൽ നിന്ന് സംസാരിക്കും, ബോൾഡായിട്ട് സംസാരിക്കുക. ആൾക്കൂട്ടത്തിൽ എത്തുന്ന സമയത്ത് അവൻ ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കാനും. ഇന്ന് നമ്മളെ മക്കളൊക്കെ ഒരു പ്രോഗ്രാമിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വിളിച്ചാൽ അവർ മടിയോ കൊണ്ട് മാറി നിൽക്കും. അതേസമയം നമ്മളുടെ വൈബോൺ പ്രോഗ്രാം കഴിഞ്ഞ ഒരു കുട്ടി അങ്ങനെ ഒരു പ്രോഗ്രാം വിളിച്ചാൽ ആത്മവിശ്വാസത്തോടു കൂടി അവന് സംസാരിക്കാനുള്ള ധൈര്യമുണ്ട്. ഇപ്പോഴത്തെ തലമുറയിൽ ഒന്നിനും ഒരു പേടിയില്ല അവർക്ക്. ഇതൊരു പക്വതക്കുറവിൻ്റെ അടയാളമാണ്. നമുക്കിപ്പോൾ അറിയാം, സ്കൂളുകളിലൊക്കെ കുട്ടികൾ തമ്മിലുള്ള നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട്. അവിടെയൊക്കെ കുട്ടിക്ക് പക്വമായി ഇടപെടാനും പക്വമായി പെരുമാറാനുള്ള ഒരു സ്കില്ലാണ് ഈ വൈബോൺ എന്ന കുട്ടിക്ക് ലഭിക്കുന്നത്. ഇന്ന് നമ്മൾ അവർക്ക് വേണ്ടി ചെറിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഭാവിയിൽ അവരുടെ മുതിർന്നു വരുന്ന സമയത്ത് 10 മടങ്ങ് അവരെ ഉയരങ്ങളിലെത്തിക്കും. കുട്ടികളുടെ വളർച്ചയിൽ ചെറിയ പ്രായത്തിലാണ് നമ്മൾ അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ടൈം ചിലവഴിക്കേണ്ടത്. മുതിർന്ന് വന്നിട്ട് നമ്മൾ ചിലവഴിക്കുന്ന സമയത്ത് അത് കതിറിൽ വളം വെക്കും പോലെയാണ്. ഈ പ്രോഗ്രാമിൻ്റെ കാലാവധി എത്രയാണ്? വൈബോണിൻ്റെ കാലാവധി മാസത്തിൽ ഒരു സെഷൻ വീതം 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്.